ഓട്ടോമാറ്റിക് കാർ പെട്ടെന്ന് ചവിട്ടി നമുക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഒരു മാനുവൽ കാറാണ് ഗിയർ അപ്പ് ഡൗൺ ചെയ്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് ആ ഒരു ബെനിഫിറ്റും കൂടി ഈ കാറിൽ ലഭിക്കുന്നത്. സൺറൂഫ്, ടച്ച് സ്ക്രീന്, ബാക്ക് ക്യാമറ, ഡീഫോഗർ, ഫോഗ്ലാം എല്ലാം ഉണ്ടാവും. പുഷ് ബട്ടൺ എടുക്കണ്ടാവും. ഹ്യുണ്ടായി വെന്യൂവിന്റെ അതേ കാറ്റഗറി തന്നെയാണ് കിയ സോണറ്റും. ഹ്യുണ്ടായി സോണറ്റ് ഒരേ ഇത് തന്നെയാണ്. ഓക്കെ, ഇതിന്റെ കാറ്റഗറി സോണറ്റ്, സെൽട്ടോസിന്റെ കാറ്റഗറി ക്രെറ്റ. അത്രേ ഉള്ളൂ. ആകെ 37,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. 37,000. പിന്നെ റെഗുലർ സർവീസ് എത്ര വരും? ഇത് പെട്രോൾ അല്ലേ, പെട്രോളൊക്കെ ഒരു 7,000-8,000 ഒക്കെ കണ്ടാൽ മതി. ജീപ്പിലായാലും അത്രയും കണ്ടാൽ മതി. അത്ര മതി. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ക്യാപ്സ്കാസിൽ വന്നിരിക്കുകയാണ്. കുറച്ച് നാളെ ഇങ്ങോട്ട് വന്നിട്ട്. അനസേ, സ്വാഗതം. സുഖല്ലേ? നോമ്പൊക്കെ കഴിഞ്ഞു? ക്ഷീണിച്ചിട്ടൊന്നുമില്ലല്ലോ? അതുപോലെ തന്നെ ഉണ്ടല്ലോ. രാത്രി അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ടല്ലോ. ഓക്കെ ഓക്കെ. ആ, അപ്പോൾ ക്യാപ്സ്കാസ് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ മാങ്കാവ്, തിരുവണ്ണൂരാണ്. ഇവിടെ മോഡൽ കൂടിയ വണ്ടികളാണ് അധികം ലഭ്യമായിട്ടുള്ളത്. അതേപോലെ തന്നെ കോമ്പാക്ട് SUV സെഗ്മെന്റ് ആയിരിക്കും കൂടുതലുണ്ടാവുക. അതിൽ തന്നെ ക്രെറ്റ, സെൽട്ടോസ്, സോണറ്റ്, MG ഹെക്ടർ, ഫോർച്യൂണർ, കാരൻസ്, സെൽട്ടോസ് അങ്ങനത്തെ കുറേ വാഹനങ്ങളാണ് കാറ്റഗറി അല്ല മെയിനായിട്ട്. അപ്പോൾ അങ്ങനെ വാഹനങ്ങൾ നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിച്ചോ. ചെറുവണ്ടി ഉണ്ടെന്ന്? ചെറുവണ്ടികൾ എല്ലാം ഉണ്ടാവും. ടിയാഗോ, ഐട്ടൺ ഒക്കെ ഉണ്ടാവും, ബ്രാൻഡും ഒക്കെ ഉണ്ടാവും. ഓക്കെ, കൂടുതൽ ഈ വാഹനങ്ങളാണ്. അപ്പോൾ ലൊക്കേഷൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. മാങ്കാവ്, തിരുവണ്ണൂർ, കോഴിക്കോട് ജില്ലയിൽ. മാങ്കാവ് മീഞ്ചന്ത ബൈപ്പാസിലാണ്. ഓക്കെ, ബാക്കി ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഡീറ്റെയിൽ കാണാം അല്ലേ? ഡീറ്റെയിൽ കാണാം. അപ്പോൾ ഞാൻ മുന്നത്തെ കുറച്ച് വീഡിയോസിലായിട്ട് നമ്മൾ പറയുന്നത് നമ്മളെ പുതിയൊരു ആപ്ലിക്കേഷനെ പറ്റി. മേരാഗസ് ആണ് ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനം, നിങ്ങളുടെ കാറ് വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് അത് ഇവാലുവേറ്റ് ചെയ്ത് അതിന് ലഭിക്കുന്ന മാക്സിമം വില നിങ്ങൾക്ക് തരുന്നതാണ്. അല്ലെങ്കിൽ ആ വില നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ നമ്മുടെ ബിഡിങ് ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ നമുക്ക് ഒരുപാട് ഡീലേഴ്സ് ഉണ്ട്, ദാനസടക്കമുള്ള ഡീലർമാരുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ ഇവർ മാക്സിമം എത്ര വില ഇടുന്നോ ആ വിലയ്ക്ക് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ വീട്ടിലിരുന്ന് നിങ്ങൾക്കൊരു ഫോൺ കോളിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. വേറെ പുറത്തെവിടെ അലതിരിഞ്ഞ് നടക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ അതിലേക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ നമ്മുടെ താഴെ കൊടുക്കുന്നുണ്ട്. ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള വണ്ടിയുടെ കോൺടാക്ട് നമ്പർ മേളിലും കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ മുകളിലാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായും അതും വിട്ടു വേണ്ട. അതേപോലെ തന്നെ വാട്സപ്പ് ചാനലിലെ ലിങ്ക്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുകൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് തന്നുകൊണ്ടേയിരിക്കുക. നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യ വാഹനം കിയയുടെ സോണറ്റ് എന്ന് തുടങ്ങാം. KL1 രജിസ്ട്രേഷനുള്ള കിയ സോണറ്റ്, ഒരു കോമ്പാക്ട് SUV അല്ലേ? പറഞ്ഞോളൂ. ഇത് 2023 മോഡലാണ്. ഡീസൽ IMT ആണ് വണ്ടി വരുന്നത്. 10,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഓക്കെ, IMT എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ആണ്. ക്ലച്ച് ഉണ്ടാവില്ല, ഗിയർ നമുക്ക് മാനുവലായിട്ട് മാറ്റാൻ പറ്റും. അതാണ് IMT. ഓട്ടോമാറ്റിക് വൈബ് തന്നെ, അതായത് ഓഫ് ആയി പോവോ കാര്യങ്ങളൊന്നുമില്ല. ഓട്ടോമാറ്റിക് പോലെ തന്നെ ഓഫ് ആവോ പുറകോട്ട് പോവോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങൾക്ക് സ്പീഡ് വേണ്ടപ്പോൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനാണ് ഗിയർ ഉപയോഗിക്കുന്നത്. ഒരു കണക്കിന് നല്ലതാണ് അല്ലേ? നമ്മുടെ സാധാ ഓട്ടോമാറ്റിക് വണ്ടിയിൽ പെട്ടെന്ന് ഗിയർ ഡൗൺ ചെയ്യണം. പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര ബ്ലോക്കാണ്. അപ്പം മാനുവൽ ഉപയോഗിക്കുന്ന ആൾക്ക് കൂടിയും മാനുവലായിട്ടും യൂസ് ചെയ്യുക, അതായത് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യണം എന്നുള്ള. മാനുവൽ ഉപയോഗിക്കുക വെച്ചാൽ പ്രോപ്പർ മാനുവൽ ഉപയോഗിക്കുക വെച്ചാൽ നമ്മളെ കാല് ക്ലച്ച് വന്ന് വേദന എടുക്കും. അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു വൈബും കിട്ടും. നേരെ കുറച്ച് ഒരു ഓട്ടോമാറ്റിക് വൈബ് കിട്ടും. ഇതാകുമ്പോൾ പെട്ടെന്നൊരു നമുക്കൊരു ചവിട്ട് വന്നിരിക്കുക. ചവിട്ട് വന്ന ഒരു ഓട്ടോമാറ്റിക് കാർ പെട്ടെന്ന് ചവിട്ടി നമുക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഒരു മാനുവൽ കാറാണ് ഗിയർ അപ്പ് ഡൗൺ ചെയ്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് ആ ഒരു ബെനിഫിറ്റും കൂടി ഈ കാറിൽ ലഭിക്കുന്നത്. ഓട്ടോമാറ്റിക്കിന്റെ ബെനിഫിറ്റും ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇത് റേറ്റ് ചോദിക്കുന്നത് നമ്മൾ 13,95,000 രൂപ. 2023 പറയുമ്പോൾ വാറണ്ടി എത്ര വരെ പോകും? 2026 വരെ ഉണ്ടാവും. 26, 27 വരെ ഉണ്ടാവും. കിയ 4 വർഷം കൊടുക്കുന്നുണ്ട്. 4 വർഷം. ഓക്കെ, എന്തായാലും 26 വരെ കൺഫേം ആണ് വാറണ്ടി. കമ്പനി വാറണ്ടിയിലേക്കാണ്. 10,000 അല്ല പറഞ്ഞ ഓട്ടം? 10,000 കിലോമീറ്റർ ഡീസലുമാണ്. ഒരു 20-ന്റെ അടുത്ത് മൈലേജ് എന്തായാലും പ്രതീക്ഷിക്കാം. പിന്നെ GT ലൈനാണ്, ഏറ്റവും ടോപ്പ് ആണ്. ഫുൾ ഓപ്ഷൻ ആണ്. അതായത് സീറ്റ് വെന്റിലേഷൻ, സീറ്റിൽ AC കാര്യങ്ങളൊക്കെ വരും. എല്ലാം വരുന്ന ഏറ്റവും ടോപ്പ് ആൻഡ് അടിപൊളി വാഹനമാണ്. ഇത്രയും ഫീച്ചേഴ്സ് നിങ്ങൾക്കൊരു കോമ്പാക്ട് SUV വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയ ഒരു വാഹനം. വയർലെസ് ചാർജറും വെന്റിലേഷൻ സീറ്റും സ്ക്രീനും ക്യാമറയും എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു 12-12.5 ലോൺ വരും. 12,000 ലോണും കയറും. ഓക്കെ, ഒരു പുതിയ വണ്ടി എടുക്കുന്ന ഫീൽഡ് എടുക്കാം. അടുത്തൊരു സെഡാൻ വാഹനമാണ്. ഹ്യുണ്ടായി വെർണ KL1 തിരുവനന്തപുരം രജിസ്ട്രേഷനുള്ള വാഹനമാണ്. എങ്ങനെയാണ് സാർ ഡീറ്റെയിൽ? ഇത് 2022 മോഡലാണ്. പെട്രോൾ, മാനുവൽ, SX എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ്. ഓക്കെ, അതായത് SX പറഞ്ഞാൽ സൺറൂഫ്, ടച്ച് സ്ക്രീന്, ബാക്ക് ക്യാമറ, ഡീഫോഗർ, ഫോഗ്ലാം എല്ലാം ഉണ്ടാവും. പുഷ് ബട്ടൺ എടുക്കണ്ടാവും. എയർ ബാഗിന്റെ എണ്ണത്തിൽ കുറവുണ്ടാവും. SX ഓപ്ഷനിലേക്ക് പോകുമ്പോൾ 6 എയർ ബാഗ് ഉണ്ടാവും. ഇതിൽ 2 എയർ ബാഗേ വരുള്ളൂ. ആ ഒരു ഡിഫറൻസ്. ഓട്ടോ എത്ര പോയി? ഇത് 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2022 സിംഗിൾ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി സർവീസ് ഹിസ്റ്ററി എല്ലാം ഉള്ള ഒരു വണ്ടിയാണ്. എത്ര മൈലേജ് കിട്ടുന്നുണ്ട്?
മൈലേജ് ഒക്കെ ഒരു സ്ട്രെയിറ്റ് റോഡ് 16-17 റേഞ്ച് കിട്ടും. ഇനി സിറ്റിയിലേക്കാണെങ്കിൽ പോലും ഒരു 13-14 റേഞ്ച് മൈലേജ് ഉണ്ട്. ഒരു 12-14 പറയല്ല സിറ്റിയിലേക്കാണ്. അല്ല, അത് ഇതിൻ്റെ മുമ്പ് ഇറങ്ങിയ ഒരു 1.6 വരുന്ന കിലോമീറ്റർ ആണ് ഇപ്പോൾ ഈ 12 എന്നൊക്കെ പറയുന്ന സംഭവം. അതിനുശേഷം ഉണ്ടായൊക്കെ അത്യാവശ്യം മൈലേജിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ. അപ്പോൾ 2022 16,000 കിലോമീറ്റർ ഓടിയ SX വെർണയാണ് പെട്രോൾ വാഹനം. ഓണർഷിപ്പ് സിംഗിളാ? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. എത്രയാണ് പാസ് ചെയ്യുന്നത്? ഇതിപ്പോൾ റേറ്റ് വയ്ക്കുന്നത് 10,90,000 രൂപ. 10,90 നല്ലൊരു അടിപൊളി സെമി പ്രീമിയം സെഗ്മെന്റ് വാഹനം സ്വന്തമാക്കാം അല്ലേ? ഓക്കെ. ഇപ്പോൾ ഇറങ്ങുന്ന ഷേപ്പിന്റെ തൊട്ട് മുന്നേ ഷേപ്പ് അല്ല? ഇപ്പോൾ വീണ്ടും ഷേപ്പ് മാറി ഷേപ്പ് മാറി. ഓക്കെ. അപ്പോൾ പറഞ്ഞോളൂ, ലോൺ എത്ര കയറും? ഇതിനൊക്കെ ഒരു 85-90% നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. അത് 5 ഇയർ വരെ ചെയ്യാനും പറ്റും. ഓക്കെ. അടുത്തോണ്ടിരിക്കും. ഹ്യുണ്ടായ് വെന്യൂ KL1 തിരുവനന്തപുരം വണ്ടിയാണ്. തിരുവനന്തപുരത്ത് നല്ല കൂടുതൽ പർച്ചേസ്. അതെ, 3 ഇപ്പോൾ കാണിച്ച 3 KLs. അതെ, അതാ ചോദിച്ചേ. എങ്ങനെയാണ് ഡീറ്റെയിൽ ചെയ്ത്? ഇത് 2021 മോഡൽ 11-ാം മാസമാണ്. SX ഓപ്ഷണലാണ് വണ്ടി വരുന്നത്. ഏറ്റവും ഫുൾ ഓപ്ഷനാണ്. ഇതിൽ എയർ ബാഗ് കൂടും? 6 എയർ ബാഗ് വരും. ഓക്കെ. പിന്നെ സിംഗിൾ ഓണർഷിപ്പാണ്. 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 21 ഏതാ മാസം വരുന്നത്? 11-ാം മാസം. അപ്പോൾ വാറണ്ടി ഉണ്ടാവില്ലേ 11 മാസം? 2024 11 മാസം വരെ വാറണ്ടി ഉണ്ടാവും. ഈ വർഷം നവംബർ വരെ വാറണ്ടി, അണ്ടർ കമ്പനി വാറണ്ടി ഉള്ള വാഹനമാണ്. ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. IMT ആണ്, നേരത്തെ പറഞ്ഞ മാതിരി തന്നെ. ഓട്ടോമാറ്റിക് ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ, എന്നാലിട്ടിട്ട് ക്ലച്ച് മാറ്റണം, അല്ല ഗിയർ മാറ്റണം. IMT അതാണ്. ഗിയർ ലിവർ ഉണ്ടാവും, ക്ലച്ച് ഉണ്ടാവില്ല. ഓട്ടോമാറ്റിക് പോലെ തന്നെ ഓടിക്കാം. നമുക്ക് വേണ്ടപ്പോൾ സ്പീഡ് കൂട്ടാൻ കുറപ്പം ചെയ്യാം. ഓക്കെ. ഇത് 27,000 കിലോമീറ്റർ ഓടിയത്. റേറ്റ് വയ്ക്കുന്നത് 9,75,000. 9.25 ലക്ഷം രൂപ അല്ലേ? 9.25. ഹ്യുണ്ടായ് വെന്യൂവിന്റെ അതേ കാറ്റഗറി തന്നെയാണ് കിയ സോണറ്റും. ഹ്യുണ്ടായ് സോണറ്റ് ഒരേ ഇത് തന്നെയാണ്. ഓക്കെ. ഇതിന്റെ കാറ്റഗറി സോണറ്റ്, സെൽട്ടോസിന്റെ കാറ്റഗറി ക്രെറ്റ. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ അതിന് നമ്മൾ ചോദിച്ചത് 10 അല്ലേ? സോണറ്റിന് അത് നമ്മൾ ചോദിച്ചത് 13. സോറി 10 മറ്റേ ഇതിന്. ഓക്കെ. ഇത് 10.25. ഓക്കെ. എല്ലാ വിലയും കൂടി കൺഫ്യൂഷൻ ആയിട്ട് അതെല്ലാം കൂടി അത് മോഡൽ കൂടി വണ്ടിയായിരുന്നു. 2021 മോഡൽ പെട്രോൾ SX ഓപ്ഷനിൽ ഹ്യുണ്ടായ് വെന്യൂ ആണ്. ഓക്കെ. ഏറ്റവും ടോപ്പിന്റെ വാഹനം. ഇതിൽ ലോൺ ഒരു 8-8 കയറും? കയറും. 8 രൂപ എന്തായാലും കയറും. 8 വരെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ഓക്കെ. മൈലേജ് എത്ര കണ്ടാൽ മതി? ഒരു 13, 15, 12 മുതൽ 15 വരെ കണ്ടാൽ മതി. ഇതൊരു 7 സീറ്റർ വന്നു. കിയ കാരൻസ് KL1 തന്നെ. എന്താ തലസ്ഥാനം പറഞ്ഞോളൂ. ഇത് കാരൻസ് 2022 മോഡലാണ്. പെട്രോൾ മാനുവൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 22,000 മാത്രം ഓടിയ ലക്ഷറി പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത്. ഫുൾ ഓപ്ഷൻ തന്നെയാണ്. വെന്റിലേഷൻ സീറ്റ്, എയർ പ്യൂരിഫയിങ്, പിന്നെ ടച്ച് സ്ക്രീന്, ബാക്ക് ക്യാമറ, ഡീഫോഗർ. വെന്റിലേഷൻ സീറ്റ് ഫ്രണ്ടിൽ മാത്രമല്ലേ വരുന്നുള്ളൂ? ഫ്രണ്ടിൽ മാത്രം. ബാക്കിൽ ആളെ പറ്റിക്കാൻ ബാക്കിലൊക്കെ മറ്റേ AC ഉണ്ട്. അതേപോലെ തന്നെ ചാർജിങ് പോയിന്റ് ഉണ്ടാവും. ബാക്കിലും വരെ ഉണ്ടാവും. വയർലെസ് ചാർജർ ഉണ്ട്. ഒരുപാട് ഫീച്ചേഴ്സ് വരും. പെട്രോളിൽ മൈലേജ് എത്ര കിട്ടുന്നുണ്ട്? 16 റേഞ്ച് മൈലേജ് കിട്ടുന്നുണ്ട്. സ്ട്രെയിറ്റ് റോഡ്. നേരെ സിറ്റിയിലേക്കാണെങ്കിൽ ഒരു 14 റേഞ്ച് മൈലേജ് എന്തായാലും ഉണ്ട്. ഇതൊരു എന്താ പറയാ 7 സീറ്റർ നമ്മൾ വിചാരിക്കും ചിലപ്പോൾ പുറകിലത്തെ സീറ്റൊക്കെ ചെറുതാണ്. നല്ല സ്പേസ് ഉണ്ട്. ശരിക്കും ഒരാൾക്ക് ശരിക്കും നല്ല കാലൊക്കെ നിവർത്തിയിരിക്കാൻ പറ്റിയ സ്പേസ് ഉള്ള സീറ്റാണ്. നമ്മൾ മറ്റുള്ള ബ്രാൻഡിൽ ചില ബേബി സീറ്റ് സീറ്റ് ഇത് ആ പ്രശ്നമില്ല. കാണുമ്പോൾ പെട്ടെന്ന് ബേബി സീറ്റ് പോലെ തോന്നുക, പക്ഷേ സാധനം നല്ല സ്പേസ് ഉള്ള സീറ്റാണ്. നിങ്ങൾക്ക് നോക്കാം. അങ്ങനെ ഒരു 7 സീറ്റർ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ വേറെ ബ്രാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇതും കൂടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്ത് സീറ്റ് ഇരുന്നൊക്കെ നോക്കി എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് അല്ലേ? യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. മൈലേജും ഉണ്ട്, പെർഫോമൻസും ഉണ്ട്, എല്ലാം കൊണ്ടും തീർച്ചയായും. എത്രയായിപ്പോൾ ആസ്ക് ചെയ്യുന്നത്? ഇതിപ്പോൾ റേറ്റ് ചോദിക്കുന്നത് നമ്മൾ 15,90,000 രൂപ. 15,90,000 2022 മോഡൽ കിയ കാരൻസ് ആണ്. ലക്ഷറി പ്ലസ് ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. ഇതുവരെ നമ്മൾ കാണിച്ച എല്ലാ വണ്ടിക്കും വാറണ്ടി ഉണ്ട് കേട്ടോ. കമ്പനി വാറണ്ടി കാരണം എല്ലാം 22ഉം 23ഉം ഒക്കെയാണ് കൂടിയ മോഡലാണെല്ലാം. ഇതിന് 3 വർഷമാണോ അതോ 4 വർഷമോ? 3 വർഷമാണ് കൊടുക്കുക കമ്പനി. 4 വർഷം ഇപ്പം തുടങ്ങിയതാണെന്ന് തോന്നുന്നു. 2024 തൊട്ടിട്ടാണ് 4 വർഷത്തെ വാറണ്ടി കമ്പനി ആക്കിയത്. എനിക്ക് ഓർമ്മയില്ല. 2023 തോന്നുന്നു, അറിയില്ല. എന്തായാലും 3 വർഷമാണെങ്കിൽ കൂടെ 2025 വരെ ഉണ്ട്. വാറണ്ടി ഉള്ള വണ്ടിയാണ്. പിന്നെ വാറണ്ടി ആളുകളുടെ പേരിലല്ല കൊടുക്കുക, നമ്മുടെ വാഹനത്തിനാണ് വാറണ്ടി കൊടുക്കുക. അത് പലർക്കും ഡൗട്ടുണ്ട്. RC ചേഞ്ച് വരുമ്പോൾ വണ്ടിക്ക് വാറണ്ടി കട്ടാവുന്നത്. അങ്ങനെയില്ല, വണ്ടിക്കാണ് വാറണ്ടി കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ
ലോണൊക്കെ നമുക്കൊരു 85-90% ലോൺ ചെയ്യാൻ പറ്റും. അതെ. പിന്നെ മാക്സിമം ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചുകൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം. 6.8 തൊട്ടിട്ട് 8.5ൻ്റെ ഇടയിൽ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ സെൽട്ടോസ് ആയിട്ട് വന്നിരിക്കുകയാണ്. KL 12 രജിസ്ട്രേഷനുള്ള കിയ സെൽട്ടോസ് ആണ് ഇന്നത്തെ ആദ്യത്തെ സെൽട്ടോസ് അല്ലേ? ഇനിയുണ്ടോ? ഇല്ല, ഒന്നും കൂടി വരാണ്ട്. ഓക്കെ. എങ്ങനെ ഡീറ്റെയിൽ ഇത് 2021 മോഡലാണ്. HTK പ്ലസ് സൺറൂഫൊക്കെ വരുന്ന മോഡലാണ്. IMT പെട്രോളാണ് വണ്ടി വരുന്നത്. ഓക്കെ. മിഡിൽ ഓപ്ഷൻ ആണ്, ഫുള്ളിൻ്റെ താഴെ വരുന്ന ഓപ്ഷൻ. അതെ അതെ അതെ. ഓക്കെ. ഇതിനകത്തും ബേസിക് ആയിട്ടുള്ള ഒരുവിധ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പുഷ് ബട്ടൺ വരുമല്ലേ? പുഷ് ബട്ടണും ഉണ്ട്. ഇല്ല എന്ന് പറയുന്നത് ഇപ്പം എന്താ ഉള്ളത്, വെന്റിലേഷൻ സീറ്റ് ഇല്ല, പിന്നെ എയർ ബാഗിൻ്റെ എണ്ണം കുറയും, അതൊക്കെ തന്നെ. പിന്നെ ബോഷിന്റെ സ്പീക്കർ, അലോയ്സിന്റെ ഷേപ്പ് മാറും. ഇത് വീൽ കപ്പ് HDX-നൊക്കെ സെയിം തന്നെയാണ്. HDX-നൊക്കെ സെയിം ആണ് അലോയിൽ വരുന്നത്. അല്ല, GT ലൈനായിട്ട് വരുമ്പോൾ GT ലൈനായിട്ട് ഡിഫറെന്റ് വരുന്നുണ്ട്, മാറ്റം വരുന്നുണ്ട്. ഓക്കെ. പിന്നെ ബാക്കി സൺറൂഫ് ഓൾമോസ്റ്റ് ഓപ്ഷൻ സെയിം തന്നെയായിരുന്നു. ഓക്കെ. 2021 മോഡൽ HTK ആണ്, HTK പ്ലസ്. ഓക്കെ. പെട്രോള് IMT ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ. അതാണ് IMT. ഞാൻ ഇന്റലിജന്റ് ഇൻഡിവിജ്വൽ അങ്ങനെ എന്തോന്നാ പറഞ്ഞത്. ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ, അതാണ് IMT. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോണ്ടറെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ഗിയർ ഉണ്ടാവും, ക്ലച്ച് ഉണ്ടാവും, ഓഫ് ആവില്ല വണ്ടി. ഓക്കെ. എത്രയും പാസ് ചെയ്യുന്നത്? ഇതിപ്പോൾ നമ്മൾ റേറ്റ് വയ്ക്കുന്നത് 13,60,50,000 മാറിപ്പോയതാണ്. 13,65 ഇപ്പോൾ ഈ ഒരു 2021 മോഡൽ വാഹനത്തിൽ ചോദിക്കുന്നത്. ലോൺ മാക്സിമം കയറില്ല? മാക്സിമം ലോൺ കയറും, 85%. വീണ്ടും ഒരു സോണറ്റ് വന്നിരിക്കുകയാണ്. KL 1 തിരുവനന്തപുരം തന്നെയാണ് ഇത്. എങ്ങനെ ഡീറ്റെയിൽ? തിരുവനന്തപുരം വിട്ടൊരു കളിയില്ല. പറഞ്ഞോളൂ. 2021 മോഡൽ 11ാം മാസമാണ്. HTX പെട്രോള് IMT, വീണ്ടും ഒരു IMT ആണ്. IMT കൊണ്ടൊരു ചാകരയാണ്. ഓക്കെ. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് ആണ്. HTX GT ലൈനിന്റെ താഴെ. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇതിനും 9,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 9,000. ഓക്കെ. ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. റേറ്റ് വന്നിട്ട് 10,75,000. 10,75-ന് 2021 IMT പെട്രോൾ സോണറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. വാറണ്ടി ഇപ്പോൾ 2024 11ാം മാസം വരെ ഉണ്ടാവും. കമ്പനി വാറണ്ടി തന്നെ നിൽക്കുന്ന വാഹനമാണിതും. ഓക്കെ. ഇതും ഓട്ടോമാറ്റിക് തന്നെ, ക്ലച്ച് ഉണ്ടാവില്ല, ഗിയർ ഉണ്ടാവും, മാനുവലി മാറ്റാൻ പറ്റും. ഒരു വണ്ടിയും കൂടി ഉണ്ട്, സെയിം സോണറ്റ് തന്നെയാണ്, സെയിം 2021 തന്നെ, GTX ബ്ലാക്ക് കളർ. അത് ശരി. GT ലൈനാണ്. GT ലൈനാണ്. അത് വന്നുകൊണ്ടിരിക്കുകയാണ് വണ്ടി. അതെത്ര ഉണ്ടാവും? അത് റേറ്റ് വയ്ക്കുന്നത് 11,25,000. സെയിം വണ്ടിയാണ്. GTX എന്നുള്ള ഡിഫറൻസ് ഉണ്ടാവും, വെന്റിലേഷൻ സീറ്റ് കാര്യങ്ങളൊക്കെ വരും. ഇത് ഇപ്പോൾ ലോൺ എത്ര കയറുമല്ലേ? ഇത് നമുക്കൊരു 85% ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്ത വാഹനം ഹ്യുണ്ടായി ക്രെറ്റയാണ്. KL 33 രജിസ്ട്രേഷൻ ക്രെറ്റ. പറഞ്ഞോളൂ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2020 മോഡൽ 9ാം മാസം പെട്രോൾ ഓട്ടോമാറ്റിക് SX എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് വണ്ടി വരുന്നത്. DCT അല്ല, ഓട്ടോമാറ്റിക് വരാം? DCT ആണ് വരാം. ഓക്കെ. പെട്രോൾ ആണ്, ഓട്ടോമാറ്റിക് ആണ്. DCT വരാം, SX ഓപ്ഷൻ അല്ല. ഇത് IVT വരാം. വരാം. അതെ. ഇന്റലിജന്റ് വേരിയബിൾ ട്രാൻസ്മിഷൻ അല്ല? ഓക്കെ. മുമ്പ് ഞാൻ ഇതേമാതിരി IMTന്റെ ഒന്ന് ഫുൾ ഫോം പറഞ്ഞായിരുന്നു. അത് ചെറുതായിട്ടൊന്ന് പാളി പോയിട്ട് എന്താ പറഞ്ഞേ എന്തോന്ന് പറഞ്ഞായിരുന്നു. ആ സമയത്ത് തോന്നി എന്തൊരു സാധനം പറഞ്ഞായിരുന്നു. ഇതേമാതിരി തന്നെ അതിന്റെ ചീത്ത കേട്ടിരുന്നു, അതുകൊണ്ട് IVT ആണ് ഗിയർ ബോക്സ് വരുന്നത്. ഇന്റലിജന്റ് വേരിയബിൾ ട്രാൻസ്മിഷൻ. ഓക്കെ. മൈലേജ് ഒരു 12 മുതൽ 15 വരെ കണ്ടാൽ മതി. ഓക്കെ. ക്ലെയിം എന്തെങ്കിലും ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. സെക്കൻഡ് ഓണർ ആണ്. 40,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഓക്കെ. പിന്നെ ഇതിലും പനോരമിക് സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട സെൽട്ടോസിന്റെ അതേ കാറ്റഗറി തന്നെ പറയാം. അതെ. അതേ സെൽട്ടോസിലാവുമ്പോൾ സൺറൂഫ് നോർമലാണ് വരാം. ഇതിലേക്ക് വരുമ്പോൾ ക്രെറ്റയിലേക്ക് വരുമ്പോൾ പനോരമിക് സൺറൂഫ് വരും. ആ ഒരു ഡിഫറൻസ് എത്രയേ ഉള്ളൂ. റേറ്റ് നമ്മൾ ചോദിക്കുന്നത് 14,80,000 രൂപ. 14,80. എങ്ങനെയാണ് സെൽട്ടോസും ക്രെറ്റയും ഒരേ മോഡൽ ഒരേ ഇയർ വരുമ്പോൾ ഏതിനാ മാർക്കറ്റ് കൂടുതൽ? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കമ്പാരിസൺ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഡൗട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ചോദിച്ചപ്പം ഡൗട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പക്ഷെ സെൽട്ടോസ് നമുക്ക് പെട്ടെന്ന് പോകുന്ന സംഭവം. ഒരേ മോഡൽ ടോപ്പ് ആൻഡ് ക്രെറ്റ സെൽട്ടോസും ഏതിനായിരിക്കും മാർക്കറ്റ് കൂടുതലുണ്ടാവും? പിടുത്തം കിട്ടിയില്ല, ആലോചിച്ച് നോക്കാം. ഓക്കെ. കാരണം രണ്ടും ഒരേ കാറ്റഗറി വെഹിക്കിളാണ്, ഒരേ എഞ്ചിനും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്, അതാണ് ചോദിച്ചത്. ഇപ്പൊ ഈ ചിലർ ക്രെറ്റ മാത്രമേ കിയ ഉണ്ടാലും പറയും ക്രെറ്റ മതി എന്ന് പറയും. നേരെ അതായത് ബ്രാൻഡ് വാല്യൂ കൂടുതലുള്ളത് ഹ്യുണ്ടായിക്കാണോ അതോ
കിയക്കാണോ എന്ന് ചോദിച്ചത്. ഇപ്പം ഫാൻറ്റസി കിയക്കാണ് കൂടുതൽ. മൊത്തത്തിലൊരു ഫാൻസ് ഉള്ളത് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടമുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും വണ്ടി ലുക്കൊക്കെ ഇഷ്ടം കിയാണ്. അതാണ് അപ്ഡേഷൻ. എൻ്റെ കാൽക്കുലേഷൻ ആണ്, സത്യമായിക്കൊള്ളുന്നില്ല. ഓക്കെ. അപ്പോൾ ഇത് 14,80,000 ആസ്ക് ചെയ്തു. ഓക്കെ. ഒരു 14 ലക്ഷം ലോൺ വരും. ലോണ് 14 വരെ കയറാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്കോ. അടുത്ത കിയ സെൽട്ടോസ്. വീണ്ടും സെൽട്ടോസ് വന്നിരിക്കുകയാണ്. KL8 തൃശ്ശൂർ രജിസ്ട്രേഷനുള്ള സെൽട്ടോസ് ആണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021 മോഡലാണ്. HTX മാനുവൽ പെട്രോൾ ആണ് വണ്ടി. പെട്രോൾ അല്ല, 21. ഓക്കെ. X+ ഇല്ല, GT ലൈൻ അല്ല, അതിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. വെന്റിലേഷൻ സീറ്റ് ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വെന്റിലേഷൻ സീറ്റ് ഉണ്ടാവില്ല. പുഷ്പട്ടറും കാര്യങ്ങളെല്ലാം വരും. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. 39,000 കിലോമീറ്റർ ഓടിച്ചുള്ളൂ. ഇത് റേറ്റ് നമ്മൾ ചോദിക്കുന്നത് 12,90,000 രൂപ. 12,90,000 പെട്രോൾ സെൽട്ടോസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഓക്കെ. HTX ആണ്. ഒരു ക്ലെയിം ഒന്നുമില്ല അല്ല. ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ലോണൊക്കെ 12 വരെ ലോണും കയറും. അത്രയും കയറും. പ്രൊഫൈൽ അനുസരിച്ചിട്ടാണ്. ഇത് കറക്റ്റ് പോലെ തന്നെ അതിൻ്റെ ഒരു മൈലേജ് എല്ലാം ഉണ്ടാവും. മൈലേജ് ഉണ്ടാവും. 14-15 റേഞ്ച് എന്തായാലും മൈലേജ് കിട്ടും. കൺഫേം ആയിട്ട് സ്ട്രേറ്റ് റോഡ് മൈലേജ് കിട്ടുന്നുണ്ട്. അതെ. സെൽട്ടോസ് നമ്മൾ അത്രയും വിത്ത് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയാണ് 15 വരെ എന്തായാലും കിട്ടും സ്ട്രേറ്റ് റോഡ്. എക്സ്പീരിയൻസ് ആണ് ഘടകം. അതെ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത ജീപ്പ് കോമ്പസ്. നല്ലൊരു റെഡ് ആൻഡ് ബ്ലാക്ക് ജീപ്പ് കോമ്പസ് ആണ്. KL13 കണ്ണൂർ രജിസ്ട്രേഷൻ വാഹനം. അതെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019 മോഡലാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ലിമിറ്റഡ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് വണ്ടി വരുന്നത്. പ്ലസിലേക്ക് വരുമ്പോൾ എന്താ പനോരമിക് സൺറൂഫ്, പുഷ് ബട്ടൺ കാര്യങ്ങളെല്ലാം എല്ലാം വരും. ഓക്കെ. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 45,000 കിലോമീറ്റർ ആക്കി ഓടിയിട്ടുള്ളൂ. റേറ്റ് നമ്മൾ 16,25,000 ചോദിക്കണം. 16,15,000 2019 ജീപ്പ് കോമ്പസ് പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഓക്കെ. 45,000 ഓട്ടം. പിന്നെ ലോണൊക്കെ നമുക്കൊരു 85-90% ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. ഇതിൻ്റെയൊക്കെ ഒരു റെഗുലർ സർവീസ് എത്ര വരും? ഇത് പെട്രോൾ അല്ലേ, പെട്രോളൊക്കെ ഒരു 7,000-8,000 ഒക്കെ കണ്ടാൽ മതി. ജീപ്പിലായാലും അത്രയും കണ്ടാൽ മതി. അത്ര മതി. ഓക്കെ. ഡീസലാകുമ്പോഴാണ് ഒരു 15,000 മെയിൻ്റെനൻസ് കൂടുന്നത്. നോർമൽ സർവീസ് അത്രേ ഉള്ളൂ. ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ജനറൽ സർവീസ് അത്രേ വരുള്ളൂ. ഓക്കെ. പിന്നെ എന്തെങ്കിലുമൊക്കെ മാറാനുള്ളപ്പോൾ അതിൻ്റെതായ കോസ്റ്റ് മാറും. അതെന്തായാലും വരും. ഓക്കെ. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക്. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് MG ഹെക്ടർ KL18 വടകര രജിസ്ട്രേഷൻ, കോഴിക്കോട് ജില്ലയാണ്. നിങ്ങളെ നാട്ടാണ്. അതൊരു പറയണ്ട. എല്ലാവരും പണ്ട് പറയണ്ട. KL18 വടകര. ഓക്കെ. ഇത് 2020 മോഡലാണ്. ഡീസൽ മാനുവലാണ് വണ്ടി വരുന്നത്. ആകെ 37,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. 37,000. പിന്നെ ഷാർപ്പാണ്, ഏറ്റവും ഫുൾ ഓപ്ഷനാണ് വണ്ടി വരുന്നത്. 360 ഡിഗ്രി ക്യാമറ, എല്ലാ ഓപ്ഷൻസും വരുന്ന വണ്ടിയാണ്. പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. നമ്മൾ ചോദിക്കുന്നത് 14,90,000 രൂപ. ഡീസൽ മാനുവൽ ആണ്. അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവുമല്ലോ. 18 റേഞ്ച് വരെ മൈലേജ് കിട്ടും. ഇത്രയും വലിയ വണ്ടിയാണ്. 18 മൈലേജ് കിട്ടുന്നുണ്ട്. ഇതിനൊക്കെ മെയിൻ്റെനൻസ് ചാർജ് എങ്ങനെ വരുന്നുണ്ട്? ഇതിനൊക്കെ മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നോർമൽ സർവീസ് ഒക്കെ ആണെങ്കിൽ തന്നെ ഒരു 10 രൂപ മാക്സിമം വരുള്ളൂ. ഇപ്പം മേജർ സർവീസ് ആണെങ്കിൽ ഒരു 20 രൂപേൻ്റെ ചോട ഇത്രയേ വരുന്നുള്ളൂ. അപ്പോൾ 2020 വണ്ടി 36,000 കിലോമീറ്റർ 37,000 കിലോമീറ്റർ ഓടിയ ടോപ്പ് എൻഡ് ഡീസൽ സെൽട്ടോസൊക്കെ വായിലുണ്ട്. MG ഹെക്ടർ. അപ്പോൾ ലോണും കൂടെ പറഞ്ഞോളൂ, എത്രയായിരുന്നു? ലോണൊക്കെ നമുക്ക് 14 രൂപ വരെ ലോൺ ചെയ്യാൻ പറ്റും. അത്രയും കിട്ടും. 1 രൂപയ്ക്ക് ഉണ്ടാകും, ബാക്കി ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓരോ പ്രൊഫൈൽ പ്രകാരമാണ്. അല്ല, അതൊക്കെ എന്നാലും അടിപൊളി പ്രൊഫൈൽ ആണെങ്കിൽ 14 ലക്ഷം വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. സുഖമായിട്ട് ബാക്കി ലോൺ 1 ലക്ഷം കണ്ട് ഇറക്കാൻ പറ്റിയ ഒരു വാഹനം. ഓക്കെ.